ഗൈസ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു മൈ ലൈഫാണ്. ഒരു ആഫ്റ്റർനൂൺ ഉള്ളൊരു ഒരു ചെറിയൊരു മൈ ലൈഫാന്ന് പറയാം. വേറെ ഒന്നല്ല, ഇന്ന് കുറച്ച് ഗസ്റ്റുകളും വരുന്നുണ്ട് അമ്മേനെ കാണാനായിട്ടും. പിന്നെ വേറെ ആരുള്ളത് എൻ്റെ വലിയമ്മയും വലിയച്ഛനും ചേച്ചിയും ചേട്ടനാണ്. അവർ കുറച്ച് നാളെ നാട്ടിൽ വന്നിട്ട് ഹൗസ് വാമിങ് ഉണ്ടായിരുന്നില്ലേ, ആ വീട്ടിലത്തെ ചേച്ചി ചേട്ടനാണ്. അപ്പോൾ അവരിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം. ഏകദേശം അതിന് മെനു മീൻസ് എന്തൊക്കെ ആക്കണം എന്നുള്ളത് മൈൻഡിലുണ്ട്, ഞങ്ങൾക്കുണ്ട്. വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. പിള്ളേരൊക്കെ ആണെങ്കിലും ഇതേ പുറത്ത് നല്ല കളിയിലാണ്, മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ വല്യമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ പോകാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ വരാം. അപ്പോൾ ഗൈസ് അവർ വരുന്നേക്കാളും മുന്നായിട്ട് കുറച്ച് ഒതുക്കൽ പരിപാടി ഉണ്ട്. ആദ്യം തന്നെ ഡൈനിങ് ടേബിളും തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ടേബിളും ഇരിക്കുന്നുണ്ട്. ഗസ്റ്റ് മീൻസ് നമ്മൾ സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മളത് നമ്മുടെ ആൾക്കാർക്കും അതിന് അയൽവക്കത്തൊക്കെ കൊടുത്തിട്ട് സെറ്റായിട്ട് അപ്പോൾ ആൾക്കാർ എല്ലാവരും ഒരുവിധം വന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ് ആണെങ്കിൽ മണ്ണിലൊക്കെ കളിച്ച് വീണ്ടും ഉള്ളിൽ കയറിയിട്ടുണ്ട്, വീണ്ടും മണ്ണിൽ കളിക്കാൻ പോകും. ഇപ്പോൾ ഇവർ കുറേ പുറത്ത് തന്നെയായിട്ട് കളിക്കാം, മണ്ണിൽ കളിക്കും, വണ്ടി എടുത്ത് കളിക്കും, കല്ലൊക്കെ എടുത്ത് കളിക്കും. ഫോൺ ഞങ്ങൾ കൊടുക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെയുള്ള സമയത്ത് പുറത്തേക്ക് ഇറക്കില്ല. കാരണം ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവർ പൈപ്പിൻ്റെ ചുവടിലൊക്കെ നിന്ന് കളിക്കുമായിരുന്നൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കുക. പക്ഷെ മഴ പെയ്യുമ്പോൾ ഞാൻ പുറത്തിറക്കില്ല, എനിക്കൊരു പേടിയാണ്. ആ സമയത്ത് എന്തായാലും ഫോൺ കൊടുക്കും. മഴയില്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ അപ്പുറത്തെ പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് സൈക്കിളും കൊണ്ടുപോയിട്ട് ഓരോ കാക്കേനെയും പട്ടീനൊക്കെ കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് പതിവ്. അങ്ങനെ ടേബിൾ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ മറ്റേ നമ്മുടെ ഹാൻഡ് വാഷ് ഇട്ടിട്ട് ഒന്നുകൂടി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്താ, അഞ്ചു ആണെങ്കിൽ ജിമ്മിന് പോയിരിക്കുകയാണ്, മിനി ചേച്ചി അടുക്കളയിലുണ്ട്. നിഖിൽ ചേട്ടനാണെങ്കിൽ ഇന്നത്തേക്കുള്ള മെനു വാങ്ങിക്കാൻ പോയിരിക്കുക കേട്ടോ. ചിക്കൻ വാങ്ങിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫിഷ് വാങ്ങിക്കുന്നുണ്ട്. ബീഫ് അവർ കഴിക്കില്ല. അപ്പോൾ ഈ ചിക്കനും അതേപോലെ തന്നെ ഫിഷും വെച്ചിട്ടുള്ള കളികളാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്നിട്ട് വാഷ് ബേസിൻ്റെ സൈഡൊന്ന് ഒതുക്കണം. ഇവർക്ക് ഇപ്പോൾ ഒരു ചുമ പനിയൊക്കെ വന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ ഇവരുടേതായ 4 സെറ്റ് മരുന്നുകൾ ഇരിക്കുന്നുണ്ട്. 4 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മരുന്നുകളാണ്. കുത്തിച്ചുമ ഉള്ളവർക്ക് ഇവർ 4 പേരും ചുമ ഡിഫറെൻ്റ് ആയിട്ടോ, അതുകൊണ്ട് തന്നെ 4 സെറ്റ് മരുന്നും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നത് നമ്മൾ വേറെ അല്ലേ, അപ്പോൾ മരുന്നും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒതുക്കട്ടെ. ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞൊക്കെ കുറച്ചൊക്കെ കൊണ്ട് കളഞ്ഞു. പിന്നെ ഇനി ഉപയോഗിക്കാമെന്ന് തോന്നിയത് ഞാൻ അവിടെ നമ്മുടെ ബാക്ക് സൈഡിൽ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വാഷ് ബേസിൻ്റെ സൈഡും ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളിത് എന്നും അല്ലെങ്കിൽ ഒന്നിരാടം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ആൾക്കാരുടെ എണ്ണവും കൂടുതലായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത് എപ്പോഴും ഒരേപോലെ എടുക്കില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രമിക്കുന്നതാണ്, അതെങ്ങനെയാണ് എന്ത് ചെയ്യാനല്ലേ. പിന്നെ എന്താ, നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കളിച്ചിട്ട് ഇവർ ബാഗ് അതേപോലെ തന്നെ മറ്റേ എന്തൊക്കെയോ വയറും സംഭവങ്ങളൊക്കെ എടുത്ത് കളിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ വീട് ഫുള്ള് ഇവരെ എന്താ പറയുക പ്ലേ സ്കൂളാന്ന് പറയാം. എല്ലാ സ്ഥലത്തും ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് കളിക്കലാണ് പതിവ്. അടുക്കളയിലായാലും അമ്മയുടെ റൂമിലായാലും പിന്നെ ഓരോ മുക്ക് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ പോയി ഇരുന്ന് കളിക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇപ്പം 3 പേര് ഇരുന്ന് കളിച്ചോളും, തല്ലൂടും. അതിൻ്റെ ഇടയിൽ ഒരുപാട് തല്ലൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചും കടിക്കും, മറ്റേ തുപ്പലൊക്കെ തുറപ്പിക്കും, അതൊക്കെ ഉണ്ട്. എന്നാലും കളിച്ചോളും. കളിക്കാൻ 3 പേർക്കും ഒരുമിച്ച് കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഒരു ചെയർ താഴത്തുണ്ടായിരുന്നുള്ളൂ പാറുക്കുട്ടൻ്റെ. അപ്പോൾ അതിൽ കാശുക്കുട്ടൻ ഇരുന്ന് തുടങ്ങിയപ്പോൾ ബാക്കി 2 പേർക്കും ചെയർ വേണം. അപ്പോൾ പാറുവിനും ചെയർ വേണം. പാറുവിന് അങ്ങനെ ചെയറിൽ ഇരിക്കാത്ത ആളാണ്. ഇവർ ഇരിക്കുന്നത് കണ്ടിട്ട് പാറുവിനും ചെയർ വേണം. അങ്ങനെ 4 സെറ്റ് ചെയർ ഉണ്ട്. ഇത് 2 മുകളിൽ നിന്ന് ഇറക്കിയതാട്ടോ, എടുക്കാതിരിക്കായിരുന്നു, അത് മുകളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം അതിലിരുന്നിട്ടാണ് TV കാണുന്നതും. വെറുതെ ആരെങ്കിലും ഒരാളിരുന്ന് കണ്ടാൽ മതി, അപ്പോൾ എല്ലാവർക്കും ഇരിക്കണം. നമുക്ക് ആ ഹോളൊന്നും അടിച്ചിടാം. ഞാൻ എന്തായാലും ഇപ്പം തുടക്കണില്ല, ഇപ്പം തുടച്ചിട്ടും കാര്യമില്ല. ഇവന്മാർ പുറത്ത് പോയിട്ട് അതേപോലെ തന്നെ ഉള്ളിലേക്ക് കയറി വരും, മണ്ണായിട്ട് ചെളിയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അവരെത്തുന്നേക്കാളും തൊട്ട് മുന്നായിട്ട് ഹോൾ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തുടച്ചിട്ടതാട്ടോ, ഇന്നലെ തുടച്ചിട്ടാണ്. ഞാനപ്പോൾ നിഖിൽ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ മേലേൽപ്പിക്കാനായിട്ട്. എൻ്റെ കൈയൊഴിവില്ല, ഇപ്പോൾ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിഖിൽ ചേട്ടൻ അടിപൊളിയായിട്ട് മേലേച്ച് കൊണ്ടുവന്നോളും. ചില ദിവസങ്ങളിൽ ഞാൻ നിഖിൽ ചേട്ടന് ഇതേപോലെ പണി കൊടുക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും അടുക്കളപ്പണിയിലോ അല്ലെങ്കിൽ വേറെ വീഡിയോസ് എടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിഖിൽ ചേട്ടനോട് കുളിപ്പിക്കാൻ പറയും. നല്ല അടിപൊളിയായിട്ട് കുളിപ്പിച്ച് തരും. ആൾക്ക് കുത്തിരിയുള്ള കേസൊന്നുമല്ല. 3 പേർക്കും പിന്നെ സോപ്പ് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബോധവും ഇല്ല. അതിങ്ങനെ പതപ്പിച്ച് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അലമ്പിയൊക്കെ കുളിപ്പിക്കും. അപ്പം നമ്മൾ ഇവർക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ മോയ്സ്ചറൈസിങ് ബേബി ബാത്തിങ് ബാറാണ്.
നല്ല സ്മെല്ലാട്ടോ. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തലയ്ക്കും മേത്തൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ്. ഇതിന്റെ pH 5.5 ആണ് വിത്ത് ഷിയ ബട്ടറിന്റെ അവക്കാഡോ. അതിന്റെ ഒലിവ് ഓയിൽ വരുന്നുണ്ട്. പിള്ളേരുടെ കണ്ണൊന്നും എരിയില്ല. പാരാബൻ ഫ്രീ ആണ്. ഡെർമറ്റോളജിയിൽ ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ റേഷസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഡീപ്പ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേബിയുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് സപ്പിൾ ആയിട്ട് വെക്കുന്നു. ഇവർക്ക് 3 പേർക്കും കുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. കുറെ നേരം വെള്ളത്തിൽ കളിക്കുക, സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പതപ്പിച്ച് കളിക്കുക. എന്തായാലും ലവ് ലാപ്പിന്റെ ഈ സോപ്പ് ഉള്ളതുകൊണ്ട് കണ്ണിലും മൂക്കിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ എരിയില്ല കേട്ടോ. സ്കിൻ ടോണും ടെക്സ്ചറൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹീൽ ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു ഡെലിക്കേറ്റ് സ്കിന്നിനെ. 3 പേര് ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ കുളിച്ചു തുടങ്ങി. ഞാൻ കപ്പിലെ വെള്ളം കോരി ഒഴിക്കുക, ഞാൻ സോപ്പ് തേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാ. പിന്നെ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റാൾക്കത് കാണിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ 3 പേരെയും കുളി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തോർത്തുമുണ്ടൊക്കെ കെട്ടിയിട്ട് വേണം പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. ആരെയും കെട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരാളെ കെട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ 3 പേർക്ക് അതേപോലെ തോർത്തുമുണ്ടൊക്കെ കെട്ടി മുണ്ടൊക്കെ എടുത്തിട്ട് വേണം കുളി കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയി വന്നപ്പോൾ കേര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേര മീൻകറി വെക്കാനും കുറച്ച് വറുക്കാനും വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ വറുക്കാനും വെക്കാനും വേണ്ടിയിട്ട്. പിന്നെ എന്നിട്ട് നല്ല ചെമ്മീൻ കണ്ടപ്പോൾ ചെമ്മീനും വാങ്ങിച്ചു. വലിയ ചെമ്മീൻ അത് അച്ഛൻ വാങ്ങിച്ചതാട്ടോ. വലിയ ചെമ്മീനും ഇതേപോലെ തന്നെ ഇതിനെ വെള്ളൂരി എന്നെല്ലാം പറയാം, വെള്ളൂരി നെച്ചൂടാന്നു. അതും കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അങ്ങനെ വറുക്കാമെന്ന് വിചാരിച്ചു. ആ കേര മാത്രം മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് മീൻ ചേച്ചിയാണ് ഇന്ന് കേരക്കറി വെക്കുന്നത്. കുറച്ച് നമുക്ക് ഇപ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോവാണ്. അഞ്ജു ചേച്ചിയാണ് ചിക്കൻ കറി വെക്കുന്നത്. അഞ്ജുവിന് അധികം ചിക്കൻ കറി വെക്കാതെ ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് കുറച്ച് പച്ചക്കറികളുടെ കുറച്ചുകൂടി എന്താ പറയുക വെക്കാനൊക്കെ ഇഷ്ടം കൂടുതൽ. എനിക്കാണ് ചിക്കനും ബീഫൊക്കെ വെക്കാൻ ഇഷ്ടം കേട്ടോ. പറഞ്ഞുട്ടാ അഞ്ചൊരു ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അധികം വയ്ക്കാത്ത സംഭവം ആയതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ ചീത്ത പറയും, അത് കൂടും ഇത് കൂടുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കറി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം പാകത്തിനൊക്കെ ആയിട്ട് നന്നായിരുന്നു. ഇതിപ്പോൾ അതേ അവർക്ക് ചായ വെച്ചതാണ്. അവർ അമ്പലനടയിൽ എത്തിന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഖിൽച്ചേട്ടൻ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചെമ്മീൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വലിയ ചെമ്മീനായിരുന്നു. എനിക്കെടുത്ത് കഴിക്കാത്തുണ്ടായിരുന്നു. പക്ഷെ അധികം എണ്ണ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. അങ്ങനെ അപ്പോൾ പിള്ളേരൊക്കെ മേലൊക്കെ കഴുകി പിള്ളേർ ഗുഡ് ബോയ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അതേ അവരെത്തിയിട്ടുണ്ട്. അവർ ചേട്ടൻ അതേ നിഷാദേട്ടനും ഉണ്ണി മീൻസ് അബി, അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോൾ അവൻ ഉണ്ണി തന്നെയാണ് കേട്ടോ. അമ്മയും ചേച്ചിയൊക്കെ അവിടെ സീതമ്മയുടെ അടുത്ത് വർത്താനം പറയാണ്. പഞ്ചു ചേച്ചിക്കാണെങ്കിൽ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് പോരാ, എല്ലാവർക്കും നല്ല കമൻസ് കിട്ടാൻ വേണ്ടി കുട്ടി വെയിറ്റിംഗ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വെച്ചത്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്താ അവർക്ക് ചായ എടുത്ത് കൊടുക്കട്ടെ. ചായ നമ്മൾ ലൈറ്റായിട്ട് കൊടുക്കണം. ചായയും മിച്ചറും പിന്നെ അച്ചപ്പം മാത്രമാണ് കൊടുക്കുന്നത്. കാരണം ഫുഡ് എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ കഴിക്കുമല്ലോ. അപ്പോൾ വയറ് നിറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പയ്യോളി മിച്ചറാണ് നമ്മുടെ വീട്ടിലത്തെ സ്പെഷ്യൽ മിച്ചറാണ് ഇത്. ഇവിടെ നമ്മുടെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ അഞ്ചു കേട്ടോ. അഞ്ചാണ് ഒരു ദിവസം വീട്ടിലേക്ക് പോയത് പയ്യോളി മിച്ചർ കൊണ്ടുവന്നത്. അതിലേക്ക് മറ്റേ സവാളൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ആദ്യം ചായ കുടിക്കാനായിട്ട് വലിയമ്മ തന്നെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ആരെ സൈഡിൽ നിന്നുള്ള ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ നിന്ന്, ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. എല്ലാം മീൻസ് നമ്മളെ ഏത് രീതിക്കാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ആ രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അബിക്കപ്പോഴേ ഞാൻ ചായ വെച്ചത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അവനാണെങ്കിൽ സ്പ്രൈറ്റും പെപ്സിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെപ്സി എടുത്ത് കൊടുത്തു. അപ്പോൾ അവന് വിത്തൗട്ട് ഷുഗറുള്ള പെപ്സി ആയത്. അപ്പോൾ അവനത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ വെച്ചത് കുറഞ്ഞു പോയെന്ന്. ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ആ ചായ നീതുൻ്റെ ചായ അപ്പിക്ക് കൊടുത്തിട്ട് നീതുന് ഞാൻ കട്ടൻ ചായ വെച്ച് കൊടുത്തിട്ടാ. പാവം അവളങ്ങനെ ഒക്കെ ഇരിക്കും അവളോടത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇവിടെ എന്താ മറ്റേ ആഭ്യന്തര ചർച്ച പോലെ 3 പേരും കൂടി ഇരുന്നിട്ട് അച്ചപ്പൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ പാക്കറ്റ് കൈ ഇടുമ്പോൾ മറ്റാൾ സമ്മതിക്കില്ല. അങ്ങനെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. വന്നവരൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ അപൂർവമായിട്ട് തന്നെ കാണുള്ളൂ. അവർ പറയും എന്തിനാ നല്ല കുട്ടികൾ ഒരുമിച്ച് ഇന്ന് കളിച്ചോളൂ എന്നൊക്കെ പറയും. എവിടെ ചില നേരത്ത് മാത്രം ഉണ്ടാ. അപ്പോൾ ചായയോടൊക്കെ കഴിഞ്ഞപ്പോഴും ഞാൻ ആ ടേബിളൊന്ന് തുടച്ചിട്ടതായിരുന്നു. താഴത്തെ ദൈവന്മാർ മിച്ചറും അതൊക്കെ ആയിട്ട് അഭിഷേകം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൈയോടുകൂടിയിട്ട് തന്നെ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഉറുമ്പളി ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഒരു സാധനം താഴത്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ വരിയായിട്ട് ഇങ്ങനെ റോഡ് പോലെ ആവാണ്ട് അതിങ്ങനെ എവിടെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും. മീൻസ് അങ്ങനെ മാല പോലെ എടുക്കും. നല്ല കടീന്ന് പറയുമ്പോൾ അമ്മമാരെ തന്നെ ട്രൗസർ ഇടാണ്ടൊക്കെ ഓരോ സ്ഥലത്ത് ചെന്ന് ഇരുന്നിട്ട് വില കടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പിന്നെന്താ ബാക്കിയുള്ളവരൊക്കെ പുറത്തിരിക്കുകയാണ്. വന്ന ഗസ്റ്റുകളും എല്ലാവരും പുറത്തിരുന്നത് നല്ല വർത്തമാനത്തിലാണ്. നമ്മുടെ പിള്ളേർ സെറ്റും ഭയങ്കര പൗറന്മാരായിട്ട് ഇവരെ കണ്ടപ്പോൾ ഭയങ്കര പൗറ് കാണിച്ച് കളിക്കുന്നു, സൗണ്ടൊക്കെ ഉണ്ടാക്കി കളിക്കുന്നത്. ഞങ്ങൾ തന്നെ പറയുന്നത് നമ്മളെ പിള്ളേർ തന്നെയാണോ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. വേറെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുക ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്പീഡിലൊക്കെ സൈക്കിൾ ഓടിച്ച് കളിക്കുക. ഞാൻ വെറുതെ പാട്ട് പാടിയപ്പോഴേക്കും ഡാൻസ് കളിക്കുന്ന കാശി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പിള്ളേർ ഓരോരോ വളർച്ചകളെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവർക്ക് ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ ഫാസ്റ്റായിട്ട് കാണിക്കുന്ന. ഞങ്ങളൊരു 8:45 ആയപ്പോഴാണ് ഫുഡ് എടുത്ത് വെച്ചതെന്ന് തോന്നുന്നുണ്ട്. പൊറോട്ടയും ചപ്പാത്തിയാണ്. ചേട്ടൻ ചോദിച്ചൊക്കെ വെളിച്ചെണ്ണയ്ക്ക് ആയാലും രാത്രി ചപ്പാത്തിയാണ് കഴിക്കുക. അപ്പോൾ പിന്നെ ചോറ് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കിയിട്ട് ആദ്യത്തെ ചിക്കൻ കറി പോന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ട്, വെള്ളൂരി ഫ്രൈ ഉണ്ട്, കേരക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. അത്യാവശ്യം നമുക്ക് മെനു ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കുക്കിംഗ് തന്നെയാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് പക്ഷേ വലിയൊരു ഹെവി ഒരു സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ഒരു വിരുന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് പണിയൊക്കെ കഴിയുമ്പോൾ ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നല്ല രീതിയിലല്ലാതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിനി ചേച്ചി ഉണ്ടായിരുന്നു. ഇതൊക്കെ ക്ലീൻ ആക്കി തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നപ്പോൾ ഓക്കെയാണ്. നമ്മളെക്കൊണ്ടും എല്ലാം സാധിക്കും. മീൻസ് നമ്മൾ എന്താ പറയുക, ഞാൻ ലഞ്ച് ആയാലും അങ്ങനെ ഇങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സെറ്റായി പണിയെടുക്കുന്നതുകൊണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവർ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ വലിയമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ വലിയമ്മ ഞങ്ങളോട് ചോദിച്ചു ഇതൊക്കെ ആരുണ്ടാക്കി ചോദിച്ചപ്പോൾ എനിക്കും പറയാനും ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ കൈസ് അവരൊക്കെ പറഞ്ഞയച്ചിട്ട് ഇതിനിടയിൽ ഞാൻ കുറേ ക്ലിപ്സ് മിസ്സായി പോയി. തിരക്കുകൊണ്ട് പിള്ളേരെ വാശിതൊക്കെ കൊണ്ട് ഞങ്ങളും ദേ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ചിക്കൻ കറിയോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബീഫ് കറി ഉണ്ടായിരുന്നു. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചുൻ്റെ സൈഡിൽ നിന്ന് വലിയച്ഛനും വലിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ചേട്ടൻ പോയിട്ട് കുറച്ച് പൊറോട്ടയും ബീഫ് കറിയും എക്സ്ട്രാ വാങ്ങിച്ചു. കാരണം ഇനി ചിക്കൻ കറി തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ ചിക്കൻ കറി തികഞ്ഞില്ലിട്ട് അവർക്കും കൂടി കൊടുത്തു വന്നപ്പോൾ ലാസ്റ്റ് കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. അതും പൊറോട്ടയും കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഇതേ അടുക്കള ഞങ്ങൾ പൂട്ടാൻ പോവുകയാണ്. പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്. കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ട്. അങ്ങനെ എല്ലാം ഫിനിഷായി ഗൈസ്. ഞങ്ങളിതേ ഉറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.